ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കരിയാപ്പില ചമ്മന്തിയുടെ റെസിപ്പി കാണാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി കേടാകാതെ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ കരിവേപ്പില ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിറവ്യത്യാസം ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരിവേപ്പില എടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഈർപ്പമില്ലാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 3 വറ്റൽമുളകാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പാത്രമൊന്നും ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കരണ്ടിയും ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത കരണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊച്ചുള്ളി നമുക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പിടി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ലതുപോലെ എണ്ണയിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങയുടെ നിറം ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേൽ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന കരിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിടി തേങ്ങയ്ക്ക് 2 പിടി കരിവേപ്പില എന്ന അളവിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേര് മുടി കൊഴിച്ചിലിനൊക്കെ നമ്മൾ കരിവേപ്പില അരച്ചിട്ട് തലയിൽ തേച്ച് കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇങ്ങനെ ഉള്ളിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും എല്ലാം ഇതുപോലെ ചമ്മന്തി അടിച്ചിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഹെൽത്തിയും കൂടാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇനി ഒരു തുണ്ട് പുളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പുളി ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പുളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ കരിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേനും നല്ലൊരു കിലുകില ശബ്ദമൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കരിവേപ്പില നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് വരണം. ഈ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടുന്നതിനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് അരച്ചെടുക്കാനായിട്ടുള്ള ജാറും ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത ജാർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചമ്മന്തി കേടാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ചമ്മന്തി കേടാകാതിരിക്കാനായിട്ട് നമുക്ക് ഈർപ്പമില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കരിവേപ്പില ചമ്മന്തി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.